പ്രേതാന്വേഷികളെല്ലാം അത്യാവശ്യം ഭയക്കുന്ന ഒരു സംഭവമാണ്. എന്നെങ്കിലും ഒരിക്കൽ അവർക്ക് പ്രേതോപദ്രവം ഏൽക്കേണ്ടി വരുമെന്നുള്ളത്. തീർച്ചയായും പലതരത്തിലുള്ള ശാരീരികമായ ഉപദ്രവങ്ങൾ പലരും അനുഭവിച്ചതായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു പക്ഷേ പല യൂട്യൂബ് വീഡിയോകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ കണ്ടിട്ടുമുണ്ടാകാം. TV ചാനലുകളിലെല്ലാം പ്രേതാന്വേഷണത്തിൽ പ്രശസ്തനായിരുന്ന ഗൗരവ് തിവാരിയുടെ മരണത്തെ പറ്റിയാണ്. ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ. ഇന്ത്യയിൽ ശാസ്ത്രീയമായി പ്രേതാന്വേഷണം നടത്തുന്നതിന് ആളുകൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയും പിന്നെ ഇത്തരം അന്വേഷണങ്ങൾ നടത്തുന്നവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി സൗകര്യമുള്ള ഒരു സംഘടനയാണ് പാരാനോർമൽ സൊസൈറ്റി. അത് സ്ഥാപിച്ചത് ഗൗരവ് തിവാരിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്ത വ്യക്തികൾ ചുരുക്കമായിരിക്കും. ലോകപ്രശസ്ത പല ടെലിവിഷൻ ഷോകളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 32-ാമത്തെ വയസ്സിൽ വീട്ടിലെ കുളിമുറിയിൽ കുളിക്കാൻ കയറി പിന്നെ ആ വീട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഗൗരവ് തിവാരി എന്ന വ്യക്തി കിടന്ന് പിടയുന്നതാണ്. ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോഴും പോലീസിന് വേണ്ടത്ര എവിഡൻസുകൾ അവിടെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ പ്രേതാത്മാക്കൾ കൊന്നുകളഞ്ഞു എന്നാണ്. പൈലറ്റ് ആകണമെന്ന മോഹവുമായി വിദേശത്തേക്ക് ചെന്ന അദ്ദേഹം താമസിച്ച വീട്ടിലുണ്ടായ ചില അനുഭവങ്ങളാണ് പ്രേതാത്മാക്കളെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. പിന്നീട് അവിടെയുള്ള വ്യത്യസ്തമായ പാരാനോർമൽ സൊസൈറ്റികളും പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സുമായി ചേർന്നും ഇതിനെപ്പറ്റി പൂർണ്ണമായി പഠിക്കുകയും അതിനുവേണ്ട ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഗൗരവ് തിവാരി. ഇദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. രാവിലെ എഴുന്നേറ്റ് ചെന്നിച്ചിട്ട് പറയുകയല്ല ഇവിടെ പ്രേതമുണ്ടെന്ന്, അതിന് വ്യക്തമായ എവിഡൻസ് കളക്ട് ചെയ്യാൻ അദ്ദേഹം പരിശ്രമിക്കാറുണ്ട്. ഡൽഹിയിൽ ഇതിനായി അവർ ഓഫീസുകൾ തുറന്നു. തുടങ്ങിയ ദിവസങ്ങളിൽ തന്നെ അത്ഭുതാവഹമായ കോളുകളാണ് അവരെ തേടി എത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ അവർക്ക് ഉറപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന പല വിഷയങ്ങളും തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് പോവുകയും ആ സ്ഥലങ്ങളെപ്പറ്റി പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നോർമൽ പ്രേതാനുഭവങ്ങളോടൊന്നും ഗൗരവ് തിവാരിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വിശ്വാസമെന്ന് തോന്നുന്ന പരാതികളൊക്കെ അദ്ദേഹം അന്വേഷിക്കുക തന്നെ ചെയ്തിരുന്നു. 98% പ്രശ്നങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളാണ്. അവയ്ക്ക് കൗൺസിലിങ്ങും തെറാപ്പികളും മറ്റു കാര്യങ്ങളും കൊണ്ട് മാറുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള 2% അദൃശ്യ ശക്തികളുടെ സാന്നിധ്യം അദ്ദേഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇത്രയും ധൈര്യശാലിയായി ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും ചെന്ന് ഗവേഷണം നടത്തുന്ന പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിൽ വളരെ ശ്രദ്ധേയനായിരുന്നു ഗൗരവ് തിവാരി. കാരണം അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് ആഴമായ അറിവുണ്ടായിരുന്നു. ഈ ഒറ്റയ്ക്കുള്ള യാത്രകൾ തന്നെയായിരിക്കാം അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് നയിച്ചത്.